ഒന്ന് ആഹാരവും ഒന്ന് ഇണചേരുക എന്ന പ്രക്രിയയും ജന്മജന്മാന്തരങ്ങളുടെ സ്വഭാവമാണ്. ഫിസിക്സ് പഠിപ്പിക്കാനും കെമിസ്ട്രി പഠിപ്പിക്കാനും ഒക്കെ സ്കൂളുണ്ടാക്കുന്നത് നമുക്കറിയാം. ആഹാരം കഴിപ്പിക്കാൻ ആരും പഠിപ്പിക്കാറില്ല. ഒരു ജീവിയെയും ആഹാരം കഴിപ്പിക്കാൻ പഠിപ്പിക്കേണ്ടി വരുന്നിട്ടില്ല ഇന്ന് വരെ. ഇതൊരു വിചിത്ര സത്യമാണ്. കാരണം ഇവന്റെ അനേക ജന്മത്തിലെ സ്മരണയാണ് വിശക്കുമ്പോൾ ആഹാരം ഉണ്ടാക്കിയോ എടുത്തോ പിടിച്ചോ പിടിച്ചു പറിച്ചോ കഴിക്കുക എന്നുള്ളത്. എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് അവന്റെ വാസനയ്ക്കനുസരിച്ചിരിക്കും. കഴിച്ചിരിക്കും. വെള്ളം ദാഹം വരുമ്പോൾ അവൻ കുടിച്ചിരിക്കും. മൈഥുനം അവൻ ചെയ്തിരിക്കും. ഇത് അവൻ്റെ ഒരു ശാരീരികമായ ആവശ്യം എന്ന തലത്തിനപ്പുറം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ തലത്തേക്ക് അവൻ്റെ സ്വഭാവജങ്ങളായ, ഇതിന് സ്വഭാവജം എന്ന് പറയാം, സ്വഭാവജന്യം സംസ്കരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഇതര ജീവികളെക്കാൾ മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. അവിടെയാണ് ഒരു അറിവിൻ്റെ, അവിടെയാണ് പ്രശ്നം വരുന്നത്. ഞാൻ കഴിക്കുന്ന ആഹാരം എൻ്റെ സഹോദരനെ പിടിച്ച് തിന്നുകൂടാ. ഇപ്പം നാളെ രാവിലെ ഞാൻ എൻ്റെ ഒരു സ്വന്തം സഹോദരനെ വെട്ടി നുറുക്കി തിന്നാൽ കൈവലങ്ങ് വരും. നേരെ വിളിച്ചിട്ട് ആടിനെ വെട്ടി തിന്നാൽ ഈ പ്രശ്നം വരുന്നില്ല. രണ്ടും ജീവൻ തന്നെയാണ്, ജീവൻ ഒരുപോലെയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ വ്യത്യാസമുണ്ട്. എനിക്ക് ബേസിക് അർജുണ്ടായി, പരസ്യം കണ്ടു, സീരിയൽ കണ്ടു, സിനിമ കണ്ടു, ബേസിക് അർജുണ്ടായി. അതുകൊണ്ട് ഞാനൊരു പുരുഷനാണ് സ്ത്രീയെ കയറി പിടിച്ചാലോ സ്ത്രീയാണ് പുരുഷനെ കയറി പിടിച്ചാലോ അതൊരു വ്യവസ്ഥാപിത ജീവിത രീതിക്ക് പറ്റില്ല. പക്ഷെ നിരന്തരമായ പരസ്യവും നിരന്തരമായ വിദ്യാഭ്യാസവും നിരന്തരമായ ഇടപെടലുകളും ഇവൻ്റെ മസ്തിഷ്കത്തിലെ സർജന പ്രക്രിയയുടെ ആന്തോളനങ്ങളുടെ ഈ ലോകങ്ങളിൽ തന്നെ ആയിരിക്കുമ്പോൾ അവൻ്റെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളിലും മറ്റുള്ളിടത്തും മാത്രം സർജനം നടത്താൻ വ്യവസായികളും ഭരണകൂടങ്ങളും മദ്യവും മധുരയും എല്ലാം വെച്ച് കളിക്കുന്ന ഒരു സമയത്ത് ഇവൻ അത്തരം വാസനകളും വൃത്തികളും ഉണ്ടായിരിക്കെ അവൻ ഏത് വേഷം കൊണ്ട് പൊതിഞ്ഞാലും ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കഷായംബര ബഹുകൃത വേഷ പശ്യൻ അഭിനച പശ്യതി മൂഢ ഉദരനിമിത്തം ബഹുകൃത വേഷ. ഇത് ശങ്കരൻ തന്നെ എഴുതിയത്. ഉദരം എന്നുള്ളതിന് എല്ലാ ആഹാരവും എന്നങ്ങ് എടുത്തുള്ളൂ. മനസ്സിലായി. മാത്രവുമല്ല, ഈ കാസറ്റുകൾ ഒളിക്കാനും ഈ വികാരങ്ങൾ ഒളിക്കാനും ഇത്തരം വസ്ത്രങ്ങളും ഗീതയും ഇത്തരം പുസ്തകങ്ങളും കൂടുതൽ സഹായകമാവുകയുള്ളൂ ജനങ്ങളുടെ മുമ്പിൽ. അവിടെയാണ് വൃത്തികളെ പരിണമിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് പ്രാധാന്യമുണ്ടാകണം. എങ്കിൽ ജനങ്ങളെ ആ പാരമ്പര്യം എന്തായിരുന്നു, ആ അറിവെന്തായിരുന്നു എന്ന് മൗലികമായി മനസ്സിലായി. ഏതൊരുവനും അവൻ്റെ ആഗ്രഹം വരുമ്പോൾ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടായി കഴിഞ്ഞാൽ ഓടിയൊരു ജ്യോതിഷിയുടെ അടുക്ക പോവും, സംഖ്യാശാസ്ത്രജ്ഞൻ്റെ അടുക്ക പോവും, സിദ്ധൻ്റെ അടുക്ക പോവും, അനുഗ്രഹത്തിന് തലകുനിച്ചു കൊടുക്കുകയും ചെയ്യും. അത് എന്താണെന്നും അതിലെന്തുണ്ടെന്നും അതെങ്ങനെയുള്ളതാണെന്നും തിരിച്ചറിയാനൊരു കഴിവുണ്ടായാൽ ഇവൻ പോകുന്നത് ശരിക്കുള്ളിടത്താണോ അല്ലാത്തിടത്താണോ എന്നെങ്കിലും ഇവന് തിരിച്ചറിയാൻ കഴിയും. മിനിമം അപകടത്തിലെങ്കിലും പോയി വീഴില്ല. ഈ അറിവ് കൊടുക്കാതെ കൂടുതൽ ആളുകൾ ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വലിപ്പം നാളെ ഭരണകൂടങ്ങൾക്ക് തടയാനാവില്ല.